നമ്മൾ ഒരുപാട് കാലമായില്ലേ ഗൂഗിൾ ക്രോം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഈ രണ്ട് സെറ്റിംഗ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാകുകയില്ല. വളരെ പ്രധാനപ്പെട്ട, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഗൂഗിൾ ക്രോമിലെ പ്രധാനപ്പെട്ട രണ്ട് സെറ്റിംഗ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കത് ഏതാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ സെറ്റിംഗ്സുകൾ ഏതാണെന്ന് പരിചയപ്പെടാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലതുവശത്ത് പ്രൊഫൈൽ പിക്ചറിന് തൊട്ടിപ്പുറത്തായിട്ട് ഒരു കള്ളിയിൽ 17 എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ ഇതുവരെ റീസെൻ്റ് ആയിട്ട് സെർച്ച് ചെയ്തിട്ടുള്ള എല്ലാ സൈറ്റുകളും ഒരു ടാബ് രൂപത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ഹിസ്റ്ററി ഇങ്ങനെ കിടക്കുന്നിടത്തോളം കാലം ഗൂഗിൾ ക്രോം ഹാങ് ആകും. നമുക്ക് പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും സെർച്ച് ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ ഹാങ് ആകുന്നതായിരിക്കും. അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? അതിനായിട്ട് ഇവിടെ 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ ടാബ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പണിലാണോ എന്ന് നോക്കുക. അതിനുശേഷം ഇൻആക്റ്റീവ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആഫ്റ്റർ 21 ഡേയ്സ് അവിടെ നിങ്ങളൊന്ന് ടച്ച് ചെയ്യാം. ഇവിടെ ആഫ്റ്റർ 21 ഡേയ്സിലാണ് ഉള്ളത്. അത് മാറ്റിയിട്ട് നിങ്ങൾ ആഫ്റ്റർ 7 ഡേയ്സിലേക്ക് മാറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ 7 ഡേയ്സിൽ ഇത് റീഫ്രഷ് ആവും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് ആർക്കൈവിലേക്ക്, ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ടാബ് ആർക്കൈവിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടോഗിൾ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതുമാത്രമല്ല തൊട്ട് താഴെ നിങ്ങൾക്ക് ഇവിടെ ക്ലോസ് ആഫ്റ്റർ 60 ഡേയ്സ് എന്നൊരു ഓപ്ഷൻ കൂടി കാണാൻ സാധിക്കും. ഇൻആക്റ്റീവ് ടാബ്സ് ഓട്ടോമാറ്റിക്കലായിട്ട് ഇത് ക്ലോസ് ആകുന്ന ഒരു ഓപ്ഷനാണ്. 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആകുകയും ചെയ്യും. ആ ഓപ്ഷനുകളൊക്കെ നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി മറ്റൊരു ഓപ്ഷനും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് ഇവിടെ വീണ്ടും 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റി എന്ന ഈ ഒരു ടാബിൽ ഓൾവേസ് യൂസ് സെക്യൂർ കണക്ഷൻസ് എന്ന ഭാഗം ഓഫിൽ കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓഫിലായിരിക്കും ഉണ്ടാകുക. ഇവിടെ നിങ്ങൾ വായിച്ചു നോക്കുക. ഓൾവേസ് യൂസ് സെക്യൂർ കണക്ഷൻസ് എന്ന ഭാഗത്ത് ഫോർ സൈറ്റ്സ് ദാറ്റ് ഡോണ്ട് സപ്പോർട്ട് സെക്യൂർ കണക്ഷൻ ഗെറ്റ് വാണ്ട് ബിഫോർ വിസിറ്റിംഗ് ദ സൈറ്റ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു സൈറ്റ് സന്ദർശിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രശ്നക്കാരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ സപ്പോർട്ട് ചെയ്യാത്തതാണെങ്കിൽ നിങ്ങൾക്കൊരു വാർണിംഗ് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടോഗിൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ മുകളിൽ കാണുന്ന ഈ ഒരു ഓപ്ഷൻ തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുക്കുകയും ചെയ്യുക. വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന ഏതെങ്കിലും സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വിസിറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വാർണിംഗ് കാണിച്ചു തരുന്ന ഒരു ഓപ്ഷനാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ നിർബന്ധമായിട്ടും ചെയ്തു വെക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഈ സെറ്റിംഗ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.